നമസ്കാരം. കോന്നി ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായ ആനക്കൂട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. മെയിൻ എൻട്രൻസിൽ നിന്നും ടിക്കറ്റ് എടുത്ത് നമുക്ക് ആനക്കൂട് കാണാനായിട്ട് കയറാം. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ സന്ദർശകർക്ക് ഉള്ള നിർദ്ദേശങ്ങൾ, അതേപോലെ തന്നെ ആനക്കൂടിൻ്റെ ചരിത്രമൊക്കെ അവിടെ എഴുതി വച്ചിരിക്കുന്നത് നമ്മൾക്ക് കാണാം. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് കോന്നിയിലെ ആനക്കൂട്. ഒരേ സമയം 6 ആനകളെ വരെ ഇതിൽ പാർപ്പിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ആനക്കൂട് കണ്ടതിന് ശേഷം നമുക്ക് എലിഫൻ്റ് മ്യൂസിയത്തിലേക്ക് പോകാം. ഇവിടെ ആനകളെക്കുറിച്ചും കാട്ടിൽ നിന്ന് ആനയെ പിടിക്കുന്ന രീതിയും മറ്റുമൊക്കെ വളരെ വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. എലിഫൻ്റ് മ്യൂസിയത്തിനുള്ളിലേക്ക് നമുക്ക് കയറാം. വളരെ മനോഹരമായ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. വളരെ മികച്ച രീതിയിൽ തന്നെയുള്ള അറേഞ്ച്മെൻറ്റാണ് ഈ എലിഫൻ്റ് മ്യൂസിയത്തിനുള്ളിൽ ചെയ്തിട്ടുള്ളത്. ഈ ചിത്രങ്ങളെല്ലാം നമുക്കൊന്ന് കാണാം. ഇതിനുള്ളിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു ആനയുടെ സ്കെലറ്റനാണ് നമ്മൾ ഈ കാണുന്നത്. ആനയെ മെരുക്കാനും പരിശീലിപ്പിക്കാനുമായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ തന്നെ വനത്തിലുള്ള മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കാം. നമുക്കതും ഒന്ന് കേൾക്കാം. ഇതിനോട് ചേർന്ന് തന്നെ ഒരു എലിഫൻ്റ് ആർട്ട് ഗാലറിയുമുണ്ട്. വളരെ മനോഹരമായ കുറേ ദൃശ്യങ്ങൾ നമുക്ക് അവിടെയും കാണാൻ കിട്ടും. സിനിമയിൽ ആന കഥാപാത്രമായി വന്നിട്ടുള്ള ചിത്രങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരണവും ഇവിടെ നമുക്ക് കാണാം. ആനകളെ വളരെ അടുത്ത് നിന്ന് കാണാനുള്ള ഒരു അവസരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും കൊച്ചുകുട്ടികൾക്ക്.
പുറത്തേക്കിറങ്ങുമ്പോൾ കുറേ മൃഗങ്ങളുടെ ചിത്രങ്ങൾ ഇവിടെ വരച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും കുറച്ചുകൂടി സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി കൂടുതൽ ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുള്ളത്. ഇങ്ങനെ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയാൽ കൂടുതൽ ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലാക്കി മാറ്റാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇനി മൊത്തത്തിൽ പറഞ്ഞാൽ ഇനി കുറേയേറെ പുരോഗതികൾ ഇവിടെ വരാനുണ്ട് എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുള്ളത്.